പ്രതിസന്ധികളുടെ നടുക്കടലിൽ കൈത്തറി മേഖല. പയ്യന്നൂരിന്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. വെങ്കല പാരമ്പര്യത്തിന്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. ജോലിയും കൂലിയും ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കാത്തതുമൂലം കൈത്തറി മേഖല കടുത്ത പ്രതിസന്ധിയിൽ. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് കൈത്തറി സംഘത്തിലുള്ളവർ പറയുന്നത്. പ്രശ്നങ്ങളുടെ നടുക്കടലിലാണ് കൈത്തറി മേഖല. എത്ര കാലം ഇനിയും പിടിച്ചു നിൽക്കാനാകുമെന്ന് ഈ രംഗത്തുള്ള ആർക്കും അറിയില്ല. കണ്ണൂർ ജില്ലയിൽ മാത്രം 1000-ഓളം തൊഴിലാളികൾ കൈത്തറി മേഖലയിലുണ്ട്. അപൂർവം ചില വലിയ സൊസൈറ്റികൾക്ക് മാത്രമാണ് തൊഴിലാളികൾക്ക് കൂലിയെങ്കിലും കൊടുക്കാനാകുന്നത്. ചെറിയ സൊസൈറ്റികളിലെ തൊഴിലാളികളുടെ കൂലി മുടങ്ങിയിട്ട് മാസങ്ങളായി. പയ്യന്നൂർ വെള്ളൂർ വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ഉദാഹരണമാണ്. ഇവിടെ 25 തൊഴിലാളികളുണ്ട്. ഇതിൽ 21 സ്ത്രീകളാണ്. മാസങ്ങളായി ഇവർക്ക് കൂലി കിട്ടിയിട്ട്. സൊസൈറ്റി ലോൺ എടുത്തിട്ടാണ് അവസാനം കൂലി നൽകിയത്. 6-7 മാസത്തെ യൂണിഫോമിലെ പൈസ തന്നെ കിട്ടാൻ കൂലി ഇനത്തിൽ, മറ്റ് റിബേറ്റ് ഇനത്തിലും വലിയൊരു ലക്ഷങ്ങൾ കിട്ടാനുണ്ട്. എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നില്ല തൊഴിലാളികൾക്കും മനസ്സിലാവുന്നില്ല, സ്ഥാപന മേധാവികൾക്കും ആവുന്നില്ല. എങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നില്ലത് ഭയങ്കര പ്രയാസത്തിലായില്ലത്. കൂലി കൊടുക്കാൻ പറ്റുന്നില്ല. കൂലി കൊടുക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ടാണ് ഇപ്പം ചെയ്യുന്നതെല്ലാം. 2019 മാർച്ചിന് ശേഷം ഉൽപാദന ബോണസും സംഘങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നന്നായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉൽപാദന ബോണസായി ഒരാഴ്ചയിൽ പരമാവധി 1000 രൂപ വരെ ലഭിക്കുമായിരുന്നു. വർഷങ്ങളായി റിബേറ്റും കുടിശ്ശികയാണ്. സ്കൂൾ യൂണിഫോം തുണി നെയ്ത്തിലായിരുന്നു സംഘങ്ങളുടെ അവസാന പ്രതീക്ഷ. എന്നാൽ 7 മാസമായി യൂണിഫോം തുണി നെയ്ത ഇനത്തിൽ 1 രൂപ പോലും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. സൊസൈറ്റികളിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടും 10 മാസത്തോളമായി. ഓപ്പൺ മാർക്കറ്റിലും കൈത്തറിക്ക് രക്ഷയില്ല. തമിഴ്നാട്ടിൽ നിന്നും കൈത്തറി എന്ന വ്യാജേന എത്തുന്ന പവർലൂം തുണികളാണ് പ്രധാന ഭീഷണി. കൈത്തറിയേക്കാൾ 100-200 രൂപ വിലക്കുറവിൽ ഈ വ്യാജ കൈത്തറി വിപണിയിലെത്തുമ്പോൾ സംഘങ്ങളുടെ നട്ടെല്ലൊടിയുന്നു. വലിയ പ്രതീക്ഷയായ ഓണം വിപണിയിൽ പോലും ഇത്തരം വെല്ലുവിളികളെ നേരിടാനാകാതെ കെട്ടിക്കിടക്കുകയാണ് മനുഷ്യാധ്വാനം കൊണ്ട് മാത്രം നേടിയെടുക്കുന്ന തുണിത്തരങ്ങൾ. സർക്കാർ കൊണ്ടുവന്ന യൂണിഫോം പദ്ധതി കൈത്തറി മേഖലയിൽ വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. കൈത്തറി തൊഴിലാളികൾക്ക് സ്ഥിരമായി തൊഴിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് യൂണിഫോം പദ്ധതി കാരണമായിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടത്തിലെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ കൂലി തൊഴിലാളികൾക്ക് കിട്ടുമായിരുന്നെങ്കിലും പിന്നീട് ഈ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം മാസങ്ങളോളം കൂലി കിട്ടാത്ത ഒരു അവസ്ഥ ഇന്ന് ഈ മേഖലയിലെ തൊഴിലാളികൾ അനുഭവിച്ച് കൊണ്ടിരിക്കുകയാണ്. സ്ഥാപനങ്ങൾ ലോൺ എടുത്തിട്ടും മറ്റ് സാമ്പത്തിക സമാഹരണങ്ങളെല്ലാം നടത്തിയിട്ടാണ് അല്പമെങ്കിലും ആശ്വാസമാകുന്ന നിലയിലേക്ക് ഈ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്ന നില ഉണ്ടാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നൂലിൻ്റെ വിലവർധനവ്. കേരളത്തിലേക്ക് വരുന്ന നൂലിന് വലിയ നേരത്തെയുള്ളതിനെക്കാട്ടിയും വലിയ വിലവർധനവ് ഉണ്ടാവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്ന അവസ്ഥ നിലവിലുണ്ട്. മറ്റൊരു ഈ മേഖലയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന വ്യാജ കൈത്തറി ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറുകയും പവർലൂമിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൈത്തറിയാണെന്ന വ്യാജേന നാട്ടിൽ വരികയും ചെറിയ തുകക്കത് വിൽപ്പന നടത്തുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകളെ കിട്ടാത്ത ഒരു അവസ്ഥ വരികയാണ്. കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. പക്ഷെ ആ പദ്ധതികളൊന്നും തന്നെ നമ്മുടെ തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന നിലയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഹാൻഡ്ലൂം മുദ്രയാണ് വ്യാജ കൈത്തറിയിൽ നിന്ന് യഥാർത്ഥ കൈത്തറിയെ തിരിച്ചറിയാനുള്ള ഏക മാർഗം. ഇത് നോക്കി വാങ്ങുന്ന ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടില്ല. നൂലിൻ്റെയും ചായത്തിൻ്റെയുമെല്ലാം വിലവർധനവ് കൂടിയായതോടെ കൈത്തറി മേഖലയും തൊഴിലാളികളുടെ ജീവിതവും കൂടുതൽ ഇരുളടഞ്ഞതാകുന്നു. തമിഴ്നാട്ടിലെയും മറ്റും വൻകിട തുണിമില്ലുകളുടെ വ്യാജ കൈത്തറിയെ തിരിച്ചറിഞ്ഞ് ഹാൻഡ്ലൂം മുദ്ര നോക്കി ഉപഭോക്താക്കൾ തുണികൾ തിരഞ്ഞെടുക്കുകയും
ഒപ്പം സർക്കാർ എല്ലാ കുടിശ്ശികകളും നൽകി തീർക്കുകയും ചെയ്താൽ ഈ തൊഴിൽ മേഖലയ്ക്ക് രക്ഷപ്പെടാനാകും. ഇല്ലെങ്കിൽ കൈത്തറി വ്യവസായം ചരിത്രത്തിന്റെ ഭാഗം മാത്രമായി മാഞ്ഞുപോകും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിന്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. പൊതുവാൾ ബ്രാസ്, പയ്യന്നൂർ. വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ, വിളക്കുകൾ, പൂജാപാത്രങ്ങൾ, പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും. വെങ്കല പാരമ്പര്യത്തിന്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.